ഹലോ മൈ ഡിയർ പ്ലസ് ടു സ്റ്റുഡൻസ്, ഇന്ന് വൺ ഷോട്ടിൽ അടുത്ത ചാപ്റ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് ചാപ്റ്റർ, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫോർ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. സോ നമ്മൾ ഇതുവരെ നമ്മളുടെ 0 to A+ ലൈവ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ അക്കൗണ്ടൻസിയിൽ എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ടോപ്പിക് വൈസ് ആയിരുന്നു അല്ലേ. സോ ഇതിനകത്ത് നമ്മൾ ചാപ്റ്റർ വൈസ് ആണ്. സോ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഒരു ക്വിക്ക് റിവിഷൻ ആണ്. സോ ഇനി സെക്കൻഡ് ചാപ്റ്ററിനകത്ത് നമുക്ക് ഏതൊക്കെയാണ് അറിയേണ്ടത്, മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് ഏതെല്ലാം ഏരിയാസ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിച്ച് നമുക്ക് നല്ല മാർക്ക് കിട്ടാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് മെയിനായിട്ട് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബട്ട് ഇതിനകത്ത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ മാത്രമല്ല നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് എന്താണ്, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നാണ് അല്ലേ. ബട്ട് ഇതിനകത്ത് നമുക്ക് ഏതെല്ലാം പഠിക്കാനുണ്ട്, നമുക്കറിയാം അഡ്മിഷൻ മാത്രമാണോ, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ പഠിക്കാനുണ്ട്. ഏതായിരുന്നു, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ, അങ്ങനെ ഈ രണ്ട് കേസിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, നമുക്ക് ഇതിൽ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. ചാപ്റ്ററിൻ്റെ പേരിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് മാത്രം. ബട്ട് ഈ രണ്ട് കേസിലും മെജോറിറ്റി കേസസിലും ഈക്വൽ പോയിന്റ്സുകൾ തന്നെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാനുള്ളത്. സോ ഇതിനകത്ത് കൂടുതൽ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, സോ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ഇത് രണ്ടും നമുക്ക് ഏതാണ് മെയിനായിട്ട് ഇതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകേണ്ട പോയിന്റ്സ് ഏതാന്നുള്ളത് പറയാം. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എന്താ, ഒരു ന്യൂ പാർട്ട്ണർ വരികയാണ് അല്ലേ. ഒരു ന്യൂ പാർട്ട്ണർ, അതർവൈസ് ഇൻകമിങ് പാർട്ട്ണർ അവിടെ വരികയാണ് എന്നർത്ഥം. A-B മാത്രമുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനകത്ത് A-B-C ഒരു ന്യൂ പാർട്ട്ണർ വരുന്നു എന്നുള്ളത്. ആൻഡ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോന്റെ കേസിലോ റേഷ്യോ എന്താണ് ആവുന്നത്, ചേഞ്ച് ആവുന്നു അല്ലേ. നോ ചേഞ്ച് ഇൻ ദി നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്നുള്ളതാണ്. പാർട്ട്നേഴ്സിന്റെ എണ്ണത്തിൽ കൗണ്ടിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ, ഇല്ല. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. 1:1:4 എന്നുള്ളത് എന്തായിട്ട് ചേഞ്ച് ചെയ്യാം, മേ ബി 2:1:3 എന്നായിട്ട് മാറാം. ഓക്കെ, അതാണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇനി നെക്സ്റ്റ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് എന്താണ്, അപ്പോൾ ഒരു ന്യൂ പാർട്ട്ണർ വരുമ്പോഴും അവിടെയും എന്ത് വരുന്നുണ്ട്, റേഷ്യോ ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ. അത് നമുക്കറിയണം, റേഷ്യോ ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, റേഷ്യോ രണ്ടിനകത്തുണ്ട്. സോ ചേഞ്ച് ഇൻ പ്രൊഫഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ വരുന്നില്ല. എന്താണ്, ജസ്റ്റ് അവരുടെ റേഷ്യോ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. മേ ബി ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനിലുള്ള ഡിഫറൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റീസൺസ് കാരണം അവരെന്ത് ചെയ്യുന്നു, അവരുടെ പ്രൊഫഷൻ റേഷ്യോ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സർട്ടൻ റേഷ്യോസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ റേഷ്യോസ് കംപ്ലീറ്റ്ലി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഏതെല്ലാം സിറ്റുവേഷൻസ് ഉണ്ട്, എല്ലാം നമ്മൾ ഏതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ 0 to A+ ലൈവിനകത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഏതായിരുന്നു, ഏതൊക്കെ റേഷ്യോസ് ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ന്യൂ റേഷ്യോ അല്ലേ, ന്യൂ റേഷ്യോ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ന്യൂ റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ അഡ്മിഷൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഒന്ന് പറ, എങ്ങനെ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസിങ് റേഷ്യോ എന്നുള്ളതാണ്. ഓക്കെ, അഡ്മിഷൻ്റെ കേസിൽ നമുക്കൊരു എക്സ്ട്രാ പോയിന്റ് വരുന്ന സാക്രിഫൈസിങ് റേഷ്യോ ആണ്. സാക്രിഫൈസിങ് പാർട്ട്ണർ, ഒരു ന്യൂ പാർട്ട്ണർ വരുമ്പോൾ എക്സിസ്റ്റിംഗ് ഓൾഡ് പാർട്ട്നേഴ്സിൽ എന്തുണ്ടാവാം, എന്തെങ്കിലും സാക്രിഫൈസ് ഉണ്ടാവാം. അപ്പോൾ അവിടെ നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് സാക്രിഫൈസിങ് റേഷ്യോ. ബട്ട് ഇൻ ദി കേസ് ഓഫ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ we need to calculate both sacrificing ratio and gaining ratio. അവിടെ നമുക്ക് എന്താണ്, സാക്രിഫൈസിങ് റേഷ്യോ, ഗെയിനിങ് റേഷ്യോ രണ്ട് കേസും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ രണ്ടും നമുക്ക് എന്ത് വരാം, കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരാം. ഓക്കെ, അതാണ് അവിടുത്തെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമ്മുടെ അഡ്മിഷൻ്റെ കേസിൽ മെയിൻലി ന്യൂ റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസിങ് റേഷ്യോ ആണ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അതിൽ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്, ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് റേഷ്യോ, അതായത് ഗെയിനിങ് റേഷ്യോന്റെ കേസിൽ കേട്ടോ, ഗെയിനിങ് ഉള്ള കേസിലാണെന്നുണ്ടെങ്കിൽ പ്ലസ് ഗെയിനിങ് റേഷ്യോ, ഓൾഡ് റേഷ്യോന്റെ കൂടെ ഗെയിനിങ് റേഷ്യോ ആഡ് ചെയ്താൽ ന്യൂ റേഷ്യോ കിട്ടും. അപ്പോൾ ഗെയിനിങ് പാർട്ട്ണറിന്റെ ന്യൂ റേഷ്യോ എങ്ങനെ നമുക്ക് കാണാം,
പ്ലസ് ഗെയിനിങ് റേഷ്യോ ചെയ്താൽ മതി ഓൾഡ് റേഷ്യോന്റെ കൂടെ. ആൻഡ് സാക്രിഫൈസിങ് പാർട്ട്ണറിന്റെ ന്യൂ റേഷ്യോ എങ്ങനെ കാണണം? ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസിങ് റേഷ്യോ ചെയ്താൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്ന് വേറെ 2 ഇക്വേഷൻസ് കൂടെ കിട്ടുന്നുണ്ട്. ഏതാണ്? സാക്രിഫൈസിങ് റേഷ്യോ നമുക്ക് കിട്ടും അല്ലെ, അതുപോലെ തന്നെ ഗെയിനിങ് റേഷ്യോ നമുക്ക് കാണാം. ഓക്കെ, സാക്രിഫൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് റേഷ്യോ ആണ് വലുത് അല്ലെ, ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. ആൻഡ് ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ന്യൂ റേഷ്യോ ആയിരിക്കും വലുത്, ഗെയിൻ ചെയ്തു, ഓൾഡിനേക്കാൾ ഗെയിൻ ചെയ്തു, അപ്പൊ ന്യൂ റേഷ്യോ ആണ് വലുത്. അപ്പൊ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ചെയ്താൽ ഗെയിനിങ് റേഷ്യോ കിട്ടും. അപ്പൊ ഇത് പല പല സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ, എങ്ങനെയായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് എന്നുള്ളതെല്ലാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് 1 മാർക്കിനാണ് ഇതിൽ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. 1 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, നമ്മളുടെ ന്യൂ പാർട്ട്ണറുടെ റേഷ്യോ എന്ന് പറയുന്നത് 1/6 ആണ് അവരുടെ പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത്. ഓൾഡ് പാർട്ട്ണറുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ സാക്രിഫൈസിങ് റേഷ്യോ എന്താണ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് ന്യൂ റേഷ്യോ എന്താണെന്ന് ചോദിച്ചിട്ട്, അപ്പൊ ആ സിറ്റുവേഷനിൽ നമ്മൾ ഈ ഓൾഡ് റേഷ്യോ തന്നെയാണ് സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് വൈ ന്യൂ റേഷ്യോയും കൂടെ 3:2 എന്നുള്ളതായിട്ട് തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി എന്താണ് ഗെയിനിങ് ഉള്ള സിറ്റുവേഷൻ ആണ്, റിട്ടയർമെന്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതിലും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ സിറ്റുവേഷനിൽ 3:2 ഇപ്പോ ABC എന്ന് പറയുന്ന പാർട്ട്ണർ A:B:C എന്ന് പറയുന്നത് റിട്ടയർമെന്റിന്റെ കേസിൽ, ഗെയിനിന്റെ കേസിലാണ് പറയുന്നത് കേട്ടോ. 3:2:4 ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ അവിടുത്തെ ഗെയിനിങ് റേഷ്യോ C എന്ന് പറയുന്നത് റിട്ടയറിംഗ് പാർട്ട്ണർ. ഓക്കെ, റിട്ടയറിംഗ് പാർട്ട്ണർ ആണ്. ആൻഡ് എയുടെയും ബിന്റെയും ഗെയിനിങ് റേഷ്യോ നമ്മൾ 3:2 ആണ്. അവിടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നതും 3:2 ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യനകത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന് എപ്പോഴും വരുന്നതാണ്. 1 മാർക്കിന് ഇത് മാത്രമല്ല വരാറ്, നമ്മൾ മറ്റ് കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് കേസസ് ഉണ്ട്. അത് 2 or 3 മാർക്സിന് എപ്പോഴും കാൽക്കുലേഷൻ തീർച്ചയായിട്ടും വരുന്ന പാർട്ടാണ്. ഓക്കെ, അപ്പൊ ഇത് തീർച്ചയായിട്ടും കുറെ പ്രോബ്ലംസ് എല്ലാം സെറ്റ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ച് സെറ്റാക്കിയിട്ട് പോകണം. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാണ്? ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻ ആണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇത് നമുക്ക് 4 മാർക്സിന് വരാറുണ്ട്, 3 മാർക്സിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷനിലേക്ക് പോവാം. ഏതായിരുന്നു? താഴേക്കായിരുന്നു. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ കാണാൻ പറ്റില്ലേ? ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 3 മെത്തേഡ്സ് ആയിരുന്നു. ആ 3 മെത്തേഡ്സ് ഏതൊക്കെയാണ്? നമ്പർ 1 എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. 1 സെക്കൻഡ്, ഇതിനകത്ത് നെക്സ്റ്റ് എന്തായിരുന്നു? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്. തേർഡ് വൺ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഓക്കെ, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അങ്ങനെ ഈ 3 മെത്തേഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിനകത്ത് എഗെയിൻ സബ് മെത്തേഡ്സ് വരുന്നുണ്ട്. എന്തായിരുന്നു? സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആൻഡ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. അപ്പോൾ സിമ്പിൾ ആവറേജ് പറഞ്ഞാൽ അവിടെ ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ഗുഡ് വില്ല് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ആവറേജ് പ്രോഫിറ്റിന് വെയ്റ്റ്സ് കൊടുത്തുകൊണ്ട് പ്രോഡക്ട്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു നമ്മൾ അവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്? ഗുഡ് വില്ല് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ ഗ്യാപ്പ് വേണ്ട ഗുഡ് വില്ല് എഴുതുമ്പോൾ. സൂപ്പർ പ്രോഫിറ്റിൽ എന്താണ്? സബായിട്ട് മെത്തേഡ് ഒന്നുമില്ല. നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് ഈ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോർമൽ പ്രോഫിറ്റിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ പ്രോഫിറ്റ് മൈനസ് ആവറേജ് പ്രോഫിറ്റ് ആണ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പൊ സൂപ്പർ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ അവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഫൈനലി ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിനകത്തും 2 സബ് മെത്തേഡ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഉണ്ട്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ഉണ്ട്. അങ്ങനെ 2 മെത്തേഡ്സ് ആണ് ഇതിനകത്തും വരുന്നത്.
ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, ബട്ട് ഫസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യണം എന്നർത്ഥം. ഓക്കെ, സോ ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഒരു വർഷം ചിലപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ചോദിക്കാം, മറ്റൊരു വർഷം വേറെ സൂപ്പർ പ്രോഫിറ്റ് ആവാൻ ചോദിക്കുന്നത്. അപ്പോൾ എല്ലാം പഠിച്ചു പോകണം എന്നുള്ളതാണ്. ആൻഡ് മെജോറിറ്റി കേസസിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ഈ ഫസ്റ്റ് 2 മെത്തേഡ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് 2 മെത്തേഡ്സ് ആണ് മോസ്റ്റ് ഓഫ് ദി കേസസിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ബട്ട് കാൽക്കുലൈസേഷൻ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും 3 ഏരിയാസും നോക്കി പോകുന്നതാണ്. നോക്കി A+ ആണ് നമ്മളുടെ എ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ A+ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ആ 3 പോയിന്റ്സ് നോക്കുക. വളരെ സിമ്പിൾ തന്നെയാണ്. ഓക്കെ, കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്താൽ മതി, തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഇത് തെറ്റായില്ലേ? സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഏതൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റ്, മെയിൻ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ്? ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ്സ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്. അക്കൗണ്ടിങ് ഓഫ് ഗുഡ്വില്ല് നമുക്കറിയണം. അതുപോലെ തന്നെ എന്താണ് റീവാലുവേഷൻ ഓഫ് ആസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ റീവാലുവേഷൻ നമുക്കറിയണം. അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയണം. അതുപോലെ തന്നെയാണ് അടുത്തത് വരുന്നത് അക്കൗണ്ടിങ് ഓഫ് റിസേർവ്സ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്, അത് നമുക്കറിയണം. ആൻഡ് ഫൈനലി അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് വേണം, ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ഏരിയയിലെല്ലാം നമുക്ക് അറിയണം. ഇത് വരുന്നത് ഇപ്പോൾ ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് 2 മാർക്സ് 3 മാർക്സിനൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് മെയിൻലി ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് 6 or 8 മാർക്സിന് വരാറുണ്ട്. അപ്പോൾ ഇതിലുള്ള എല്ലാ ട്രീറ്റ്മെന്റും നമുക്ക് അറിയണം. നമുക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗുഡ്വില്ല് നമുക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ ഏരിയ തന്നെയാണ്. കാരണം അത് 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് 8ലും എല്ലാത്തിലും വരുന്നൊരു ട്രീറ്റ്മെന്റ് ആണ് ഏത് ഗുഡ്വിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് നമ്മൾ നന്നായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഏത് ഗുഡ്വിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ആസെറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഒന്നും ഇത്ര വലിയ പ്രശ്നമുള്ള സംഭവമല്ല. റിസേർവ്സ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസും അതും വലിയ വിഷയമുള്ള കാര്യങ്ങളൊന്നും അല്ല. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽസും അവിടെ ആയിരിക്കും ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ബട്ട് സിമ്പിൾ ആണ്. ചില ഇക്വേഷൻസും കാര്യങ്ങളും പഠിച്ചു വെച്ചാൽ നമുക്ക് അതും സിമ്പിൾ ആക്കാൻ പറ്റും. സോ നമുക്കിനി 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഏതായിരുന്നു? ഫസ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് ആണ്. സോ ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റിലേക്ക് പോവാം. Treatment of goodwill. Okay, treatment of goodwill. So ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെന്റ് നമ്മൾ വളരെ ഭംഗിയായിട്ട് 0 to A+ ലൈവില് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ നമുക്ക് സിമ്പിളായിട്ടൊന്ന് നോക്കാം. എന്തായിരുന്നു, നമുക്ക് 3 കേസസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 കേസസ് ആണ് വരുന്നത്. 3 കേസസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഗുഡ്വിൽ appears in the book എന്ന് ഉദ്ദേശിക്കുന്ന ബാലൻസ് ഷീറ്റിൽ അല്ലേ, ബാലൻസ് ഷീറ്റിനകത്ത്. അടുത്ത് ഗുഡ്വിൽ doesn't appear in the balance sheet. Next one, hidden or inferred goodwill. ഓക്കെ, ഇത്രയും കേസസിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിലേതും വരാം കേട്ടോ. ഓക്കെ, ആൻഡ് ഫസ്റ്റ് വൺ, ഗുഡ്വിൽ അപ്പിയേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഗുഡ്വിൽ ഡസൻറ്റ് അപ്പിയേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ അവിടെ ഒരു വലിയ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അല്ലേ. അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിലും അപ്പിയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് 2 ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. എന്തായിരുന്നു, നമ്മൾ ഫ്യൂച്ചർ ബുക്കിനകത്ത് അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, ഫ്യൂച്ചർ ബുക്കിൽ നമ്മൾ കാണിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആൻഡ്
ഇതില് വരുന്നത് ഇപ്പോൾ ഗുഡ് വിൽ അപ്പിയേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റിനകത്ത് അപ്പിയർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യണം. കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൈറ്റ് ഓഫ് ചെയ്യണം, അത്രേ ഉള്ളൂ. ആൻഡ് ഡസൻറ്റ് അപ്പിയേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റിലുള്ള കാൽക്കുലേറ്റഡ് വാല്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വാല്യൂ നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരാം. അത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രിയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് എന്നുള്ളതാണ്. ആൻഡ് സോ ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട എൻട്രീസ് എന്തൊക്കെയായിരിക്കും, നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട എൻട്രീസ് എന്തൊക്കെയാണ്? റൈറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രി. ഓക്കെ, നെക്സ്റ്റ് ന്യൂ പാർട്ട്ണർ എന്ത് ചെയ്യണം? ഗുഡ് വിൽ പ്രീമിയം കൊണ്ടുവരണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഗുഡ് വിൽ പ്രീമിയം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിനൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്താലേ അത് പറ്റുള്ളൂ അല്ലേ? സോ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് കോമ്പൻസേഷൻ ആയിട്ടാണ് ഗുഡ് വിൽ പ്രീമിയം കൊണ്ടുവരുന്നത്. സോ ഗുഡ് വിൽ പ്രീമിയം കൊണ്ടുവരുന്നുണ്ട്. സോ കോൺട്രിബ്യൂഷൻ ഓഫ് ഗുഡ് വിൽ പ്രീമിയം. ഓക്കെ, ഗുഡ് വിൽ പ്രീമിയത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ് വിൽ പ്രീമിയം ആർക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? ടു ദി സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പൊ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. കൊണ്ടുവരുന്ന എൻട്രി വേണം, ആൻഡ് ഇത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എൻട്രി വേണം. ആൻഡ് ഫൈനലി സംടൈംസ് എന്ത് ചെയ്യാം, ചില പാർട്ട്നേഴ്സ് ആ എമൗണ്ട്, ആ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് അവർക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യാം, ആ ഗുഡ് വിൽ പ്രീമിയം അവർ വിഡ്രോ ചെയ്ത് കൊണ്ടുപോകാം. ഫുൾ എമൗണ്ട് ആയിട്ട് കൊണ്ടുപോകാം, പാർഷ്യലായിട്ട് കൊണ്ടുപോകാം, എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാം. അപ്പോൾ വിഡ്രോവൽ ഓഫ് ഗുഡ് വിൽ പ്രീമിയം. അപ്പോൾ ഗുഡ് വിൽ പ്രീമിയം വിഡ്രോ ചെയ്യുന്ന എൻട്രി. ഓക്കെ, അപ്പോൾ ഇത്രയും എൻട്രീസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിനകത്ത് ഗുഡ് വിൽ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് പോകേണ്ടത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. കുറേ ഏരിയകൾ ഉണ്ട് എന്നുള്ള ഈസി ആക്കാൻ പറ്റും. എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടീസ്. ആ പ്രാക്ടീസ് ഇല്ലാതെ നമുക്ക് തീർച്ചയായിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിതിങ്ങനെ പഠിച്ചു എന്ന് പറഞ്ഞ് കുറേ ഇങ്ങനെ മൈൻഡിലൊക്കെ നമുക്ക് ഓക്കെ ആവും ചിലപ്പോൾ. ബട്ട് ഇത് പ്രോബ്ലം പേപ്പറാണ്. സോ തീർച്ചയായിട്ടും പ്രാക്ടീസ് ഇല്ലാതെ നമുക്ക് രക്ഷയില്ല. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. സോ അടുത്തത് ഏതാണ്? റീവാലുവേഷൻ ഓഫ് ആസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ആസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ റീവാലുവേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആസറ്റ്സിന്റെയും ലയബിലിറ്റീസിന്റെയും ഒക്കെ വാല്യൂയിലുള്ള ചേഞ്ചസ് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ജേർണൽ എൻട്രി നമുക്ക് പഠിക്കണം. ഓക്കെ, ജേർണൽ എൻട്രീസിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അത് തീർച്ചയായിട്ടും പഠിക്കണം. ആ ജേർണൽ എൻട്രി പഠിച്ചു കഴിഞ്ഞാൽ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് കഴിയും. റീവാലുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജേർണൽ എൻട്രി നമുക്ക് കഴിയും. അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ പഠിക്കേണ്ട ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പൊ ജേർണൽ എൻട്രീസും പഠിക്കണം, റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതും പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ എന്തെല്ലാം ഐറ്റംസ് ആണ് ഇതിനകത്ത് വരുന്നത്? മെയിൻ ആയിട്ട് ഏതൊക്കെ ഐറ്റംസ് വരുന്നുണ്ട്? ആസറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് വരാം. ഓക്കെ, ആസറ്റ് ഡിക്രീസ് ചെയ്യുന്നത് വരാം. ഓക്കെ, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നത് വരും. ഓക്കെ ആണല്ലോ. ആൻഡ് പിന്നെ ഏതാണ്? ആസറ്റ് അൺറെക്കോർഡഡ് ആസറ്റ് വരാം. ഓക്കെ, അൺറെക്കോർഡഡ് ലയബിലിറ്റി വരാം, ന്യൂ ആസറ്റ് വരാം, ന്യൂ ലയബിലിറ്റീസ് വരാം. അപ്പൊ ഇതെല്ലാം ഈ ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ, ഈ ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആസറ്റ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളത്? ആസറ്റ് ഫർണിച്ചർ കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഫർണിച്ചർ ടു ഫർണിച്ചർ അക്കൗണ്ട് ആണ് വരിക അല്ലെ? 2 എന്ന് വന്നു. അപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ഏതാണ്? റീവാലുവേഷൻ അക്കൗണ്ട് ആണ് അവിടെ ഡെബിറ്റ് കാണിക്കേണ്ടത്. സോ നമ്മളുടെ അക്കൗണ്ടിനകത്ത് എങ്ങനെ വരും? ഇപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ടിൽ ടു ആസറ്റ് എന്ന് വരും. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ഐറ്റംസ് ഇതിനകത്ത് വരുന്നത്. ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ 0 to A+ ലൈവ് സെഷനിലുണ്ട്, അത് നോക്കണേ. അപ്പോൾ ഇതാണ് റീവാലുവേഷൻ അക്കൗണ്ട്. ഇനി ഫൈനലി നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് കിട്ടും. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ കിട്ടും അല്ലേ, ഡെബിറ്റ് സൈഡിലാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ പ്രോഫിറ്റ് ഏതിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ആൻഡ് ലോസ് ആണെന്നുണ്ടെങ്കിലും പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് തന്നെയാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഇഫ് ലോസ്. ഓക്കെ, ഇതിൻ്റെ എൻട്രിയും നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ എൻട്രീസ് ചോദിക്കുമ്പോൾ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്യണം എന്ന് ചിലപ്പോൾ പറയണം എന്നില്ല. ബട്ട് നമുക്ക് ഈ പ്രോഫിറ്റ് ഓർ ലോസ് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സോ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് കിട്ടും. അപ്പോൾ അതിൻ്റെ എൻട്രിയും കൂടെ നമ്മൾ എഴുതണം. ഓക്കെ, സോ അതാണ് റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, അക്കൗണ്ട് ഫോർ റീവാലുവേഷൻ ഓഫ് ആസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പറഞ്ഞു. അപ്പോൾ അടുത്തത് എന്താണ്? ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഏതായിരുന്നു? അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് 2 കേസ് തന്നെയാണ് ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 2 കേസായിരുന്നു. ഏതൊക്കെയാണോ? അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ബേസ്ഡ് ഓൺ ന്യൂ പാർട്ട്ണർ capital. Okay, adjustment of old partner capital based on new partner capital. Next one പറയുന്നത് bringing proportionate capital കാണാൻ പറ്റില്ലേ? capital by the new partner based on the old partner capital. ഇങ്ങനെ 2 കേസസ് ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ 0 to A+ ലൈവിൽ വരും. ഓക്കെ, സോ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ഏതിനെ ബേസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക? ന്യൂ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന കേസും, ബ്രിങ്ങിങ് പ്രൊപ്പോർഷണേറ്റ് ക്യാപിറ്റൽ ബൈ ദ ന്യൂ പാർട്ട്ണർ പ്രൊപ്പോർഷണേറ്റ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. ആരെ ബേസ് ചെയ്തിട്ട്? ഓൾഡ് പാർട്ട്ണറുടെ ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ട്. ഇങ്ങനെയുള്ള കേസാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട എന്താണ്? അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ഏതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യണം? ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ്. ഓക്കെ, ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള? ഗുഡ്വിൽ അഡ്ജസ്റ്റ്മെന്റ് വരാം, ജനറൽ റിസർവ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് വരാം, ആസറ്റ് ആൻഡ് ലയബിലിറ്റീസിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള എന്താണ്? ക്യാപിറ്റൽ എന്താണോ, ക്യാപിറ്റൽ ബാലൻസ് എന്താണ്? ഈ 2 പിന്നെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ, ഇത് 2 ആണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഇത് 2 ഈക്വൽ ആണെങ്കിൽ നോ പ്രോബ്ലം. ബട്ട് അത് ഈ കേസിൽ എങ്ങനെയാണ്? അവിടെ ഒരു എക്സ്ട്രാ ചിലപ്പോൾ AC ഗ്രേറ്റർ ദാൻ എന്താവും? ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് ആവാം. അല്ലെങ്കിൽ ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ആവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് ഹയർ എങ്കിൽ, അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ആണ് ഹയർ എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ഹയർ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡെഫിസിറ്റ് ഉണ്ട്. ഓക്കെ, ഒരു ഡെഫിസിറ്റ് ഉണ്ട് എന്നർത്ഥം. ഓക്കെ, ആൻഡ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ലോവർ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? അവിടെ കൂടുതലാണ്, എക്സസ് ഉണ്ട്. ഓക്കെ, എക്സസ് ഉണ്ട്. അപ്പോൾ ഡെഫിസിറ്റിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ? കോൺട്രിബ്യൂട്ട് ചെയ്യണം ക്യാപിറ്റൽ.
ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. എക്സസിന്റെ കേസിലാണെങ്കിലോ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? വിഡ്രോ ചെയ്യണം. ഓക്കെ, വിഡ്രോ ചെയ്യണം. ഇതാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇവിടെ ഇനി നമുക്ക് ഏത് കേസും ആവട്ടെ, അതിൽ നമ്മൾ കുറെ ഇക്വേഷൻസ് നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് എന്നുള്ളതാണ്. ഒരു ഡെഫിനറ്റ് ആയിട്ട് ഇന്ന ഇക്വേഷൻ എന്നൊന്നും പറഞ്ഞ് എവിടെയും കൊടുത്തിട്ടില്ല. ബട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് ഓരോ ഇക്വേഷൻസ് കിട്ടും. അത് ഞാൻ 0 to A+ ലൈവില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ആൻഡ് ഇവിടെ ഇതാണ് ഇതിന്റെ മെയിൻ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ കോൺസെപ്റ്റ് നമുക്കറിയണം. ഏത് സിറ്റുവേഷൻ ആവട്ടെ, ഏത് സിറ്റുവേഷൻ ആവട്ടെ, നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനുള്ള 2 പോയിന്റ്സ് ഇതാണ്, 2 എൻട്രീസ് ഇതാണ്. ഡെഫിസിറ്റ് ആണെങ്കിൽ അതിന്റെ എൻട്രി എന്ത്, എക്സസ് ആണെങ്കിൽ അതിന്റെ എൻട്രി എന്ത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ഡെഫിസിറ്റിന്റെ കേസിലാണെങ്കിൽ അവര് എന്ത് ചെയ്യണം? ഡെഫിസിറ്റിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ അവര് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ? ആ പാർട്ട്ണർ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് വരും, ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരും. സർട്ടൻ കേസസിൽ കറണ്ട് അക്കൗണ്ട് വഴിയായിരിക്കും അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരിക. അപ്പൊ കറണ്ട് അക്കൗണ്ട് വഴിയാണെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരും. ഇത് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് ഇതിൽ എഴുതിയതാണ്. എക്സാമിന് ഒരിക്കലും അങ്ങനെ എഴുതരുത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് തന്നെ എഴുതണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് എന്തായിരുന്നു? എക്സസിന്റെ കേസാണ് പറഞ്ഞത്. അപ്പൊ എക്സസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ വിഡ്രോവൽ ആണ് വരുന്നത്. അപ്പോൾ എന്ത് വരും? വിഡ്രോ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൂടുതൽ എമൗണ്ട് ആണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകാം. അപ്പോൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാഷ് പോകുന്നു ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്ന് വരും. ഓക്കെ ആണല്ലോ? ഓർ നമ്മളുടെ കറണ്ട് അക്കൗണ്ട് വഴിയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ടിന് പകരം എന്ത് വരും? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ത് വരും? പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒഴിവാക്കി കളയാനുള്ള പോയിന്റ്സ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല, ഈ ചാപ്റ്ററിൽ ഇല്ല. അപ്പോൾ ഒന്നെങ്കിൽ 1 മാർക്കിന് 2 മാർക്കിന് 3 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്സിനൊക്കെ വരുന്നുണ്ട്. ചെറിയ ചെറിയ പോയിന്റ്സ് ആണെങ്കിൽ പോലും ഇപ്പോൾ ന്യൂ റേഷ്യോ നമ്മൾ പറഞ്ഞു 1 മാർക്കോ 2 മാർക്കാണ്, അതങ്ങ് ലീവ് ചെയ്യാം എന്ന് വിചാരിക്കരുത്. ബിക്കോസ് 8 മാർക്സിന്റെ കേസിൽ അല്ലെങ്കിൽ 6 മാർക്കിന്റെ കേസിൽ നമുക്ക് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കേസസ് വരുന്നുണ്ട്. ഇപ്പോൾ ഈവൻ ഈ കേസ് നമ്മൾ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റിന്റെ കേസിലൊക്കെ നമുക്ക് ന്യൂ റേഷ്യോ ഒക്കെ കാണാനുണ്ട്. ഓക്കെ, ഫേമിന്റെ ടോട്ടൽ ക്യാപിറ്റൽ കാണാനുണ്ട്. അവിടെ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരാം. അപ്പൊ നമുക്ക് ആ 2 മാർക്ക് എന്നുള്ളത് നമ്മൾ സേഫ് സോണിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് 8 മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഈ ക്വിക്ക് റിവിഷൻ നമുക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റ്സുകളെല്ലാം നന്നായിട്ട് സെറ്റായി ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് തന്നെ പോവുക. ഇതെല്ലാം ക്ലിയർ ആക്കി വെക്കുക ആദ്യം, എന്നിട്ട് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മോഡൽ എക്സാം സെറ്റാക്കാം. ആ മോഡൽ എക്സാമിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പബ്ലിക്കിലേക്ക് പോകാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ മോഡൽ എക്സാം സെറ്റാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻറ്റ് വരും അല്ലേ? എനിക്ക് പറ്റും, എനിക്ക് A+ നേടാൻ പറ്റും എന്നുള്ള. ഓക്കെ, സോ A+നായി നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് കണ്ട് സെറ്റാക്കുക. ഓക്കെ അല്ലേ?